ഹായ് ഫ്രണ്ട്സ്, പ്രോഫിറ്റ് ആൻഡ് ലോസ് അഥവാ ലാഭവും നഷ്ടവും എന്ന ടോപ്പിക്കിലെ ഒരു പ്രോബ്ലം നമ്മൾ ഈ വീഡിയോ ഡിസ്കസ് ചെയ്യുന്നത്. ക്വസ്റ്റ്യൻ ഇതാണ്: 12 പേനകളുടെ വാങ്ങിയ വില 9 പേനകളുടെ വിറ്റ വിലയ്ക്ക് തുല്യമായാൽ ലാഭശതമാനം എത്രയാണ്? ഇവിടെ 4 ഓപ്ഷൻസ് ആണ് തന്നിട്ടുള്ളത്. അപ്പോൾ ഇവിടെ ചോദിച്ചിരിക്കുന്നത് 12 പേനകൾ വാങ്ങിയ വിലയും 9 പേനകളുടെ വിറ്റ വിലയും തുല്യമാണെങ്കിൽ അവിടെ ലാഭശതമാനം എത്രയായിരിക്കും വരിക എന്നാണ്. അപ്പോൾ ഇതിന്റെ ഈസി മെത്തേഡ് എന്ന് പറയുന്നത്, ലാഭശതമാനം ചോദിച്ചാലും നഷ്ടശതമാനം ചോദിച്ചാലും ചെയ്യേണ്ടത് വ്യത്യാസം ഡിവൈഡഡ് ബൈ വിറ്റതിന്റെ എണ്ണം ഇൻറ്റു 100. ഇവിടെ വ്യത്യാസം എന്ന് പറഞ്ഞിരിക്കുന്നത്, ഇവിടെ 12 പേനകളാണ് വാങ്ങുന്നത്, പിന്നെ വിറ്റത് 9 പേനകളാണ് അല്ലെ. അപ്പൊ അവരുടെ വ്യത്യാസം വേണം നമ്മൾ ഇവിടെ എടുക്കാനായിട്ട്. അപ്പൊ ഇവിടെ നമുക്ക് ലാഭശതമാനം അല്ലേ വേണ്ടത്. അപ്പൊ ലാഭശതമാനം ഈക്വൽ ടു വ്യത്യാസം എന്ന് പറയുമ്പോൾ 12 മൈനസ് 9 ഡിവൈഡഡ് ബൈ വിറ്റതിന്റെ എണ്ണം. എത്ര പേനകളാണ് ഇവിടെ വിറ്റത്? 9 പേനകളാണ് വിറ്റത് അല്ലെ. അപ്പോൾ ഡിവൈഡഡ് ബൈ 9. ഇത് പെർസെൻറ്റേജിലല്ലേ വേണ്ടത്, അപ്പോൾ ഇൻറ്റു 100 വിട്ടുപോകരുത്. ഇനി ഇത് സോൾവ് ചെയ്യുമ്പോൾ നമ്മുടെ ആൻസർ ആവും. സോ 12 മൈനസ് 9 ചെയ്യുമ്പോൾ 3 കിട്ടും. 3/9 ഇൻറ്റു 100. ഇത് നമുക്ക് എന്ത് ചെയ്യാം? 3/9 വീണ്ടും കട്ട് ചെയ്യാം. 3ലും 9ലും അല്ലെ കട്ട് ചെയ്യാലോ, 3ന്റെ ടേബിളിൽ. അപ്പൊ 3ൽ 9 എത്ര ടൈംസ് ആ? 3 ടൈംസ് ആണ് അല്ലെ. വലിയ നമ്പറിന്റെ അടുത്ത് വേണം ആൻസർ എഴുതാനായിട്ട്. ഇവിടെ വലിയ നമ്പർ 9 ആയതുകൊണ്ട് 9ന്റെ അടുത്ത് വേണം ആൻസർ കൊടുക്കാൻ. സോ 1/3 ഇൻറ്റു 100 എന്ന് വരും. ദാറ്റ് ഈസ് 100/3. 100നെ 3 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ എത്രയായി വരാൻ നോക്കിക്കേ. നമ്മുടെ ഓപ്ഷനിലുള്ള ആൻസർ തന്നെ നമുക്ക് കണ്ടെത്തണം. അപ്പം ഡിവൈഡ് ചെയ്യുമ്പോൾ 100നെ 3 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 10ൽ 3 ടൈംസ് ആണ് അല്ലേ 9 വരും. മൈനസ് ചെയ്യുമ്പോൾ 10 മൈനസ് 9 1 എന്ന് കിട്ടും. ഒരു 0 താഴോട്ട് കൊണ്ടുപോവുക, വീണ്ടും 10 കിട്ടും. 3ൽ 10 3 ടൈംസ് ആണ്, എത്ര? 9 വരും. മൈനസ് ചെയ്യുമ്പോൾ 1 കിട്ടും. ഇനി യു ഷേപ്പ് ഓർത്ത് വെക്കുക. ഇതിനെ മിക്സഡിലോട്ട് ആക്കുമ്പോൾ യു ഷേപ്പ് ഓർക്കുക. ആദ്യം എന്ത് ചെയ്യാം? ആദ്യം മുകളിൽ ഇരിക്കുന്ന ആളെ ആദ്യം എഴുതാം. 33. ഇപ്പൊ തന്നെ ഉത്തരം കിട്ടിക്കാണും. പിന്നെ ആരെ എഴുതണം? ഇവിടെ നിന്ന് തുടങ്ങി നേരെ താഴെയാണ് എത്തുന്നത് അല്ലെ. താഴെ ആരാ? 1ഉം പിന്നെ ആരുണ്ട്? 3യും ഉണ്ട് അല്ലെ. അപ്പൊ 1/3. അത്രയും ശതമാനമാണ് ഇവിടെ ആൻസർ ആയിട്ട് വരിക. 33 1/3% ആണ്. 33 ആൻഡ് 1/3% ആണ് ഇവിടെ. ഓപ്ഷൻ സി ആണ് ആൻസർ ആയിട്ട് കിട്ടുക. ക്ലിയർ അല്ലേ? നിങ്ങൾക്ക് അല്ലെങ്കിൽ 300/9 ചെയ്താലും നിങ്ങൾക്ക് ഇതേ ഉത്തരത്തിൽ തന്നെ എത്താം. അല്ലെങ്കിൽ കട്ട് ചെയ്ത് ചെറുതാക്കിയതിന് ശേഷം ഡിവൈഡ് ചെയ്താലും സെയിം ആൻസർ തന്നെ കിട്ടും. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക, നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.